കൽക്കട്ടയിൽ നടന്ന് ഇന്ന് ഡൽഹിയിൽ നടന്ന് ഇന്ത്യയുടെ പല നഗരങ്ങളിലും BSPയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിലും അതേപോലെ കൽക്കട്ടയിലെ കോൺസുലേറ്റിന് മുമ്പിലും വലിയ പ്രകടനം നടന്ന് ചെറിയ ലാത്തി ചാർജ് നടന്നു. അപ്പോൾ അവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ കൊണ്ട് ബോംബിടാൻ, ബംഗ്ലാദേശിനെ പിടിച്ച് 4 ആക്കി മാറ്റുക, 2 ആക്കി മാറ്റുക. ഇതാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ബോധമില്ലാത്തവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ. അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ബോധമില്ല പല ആൾക്കും, എല്ലാവർക്കും ആവേശമാണ്. വാർ എന്താണ്, ബോംബ് എന്താണ്, കോൺഫ്ലിക്റ്റ് എന്താണ്, ഇതൊരിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്, ഇതിനെപ്പറ്റി ഒരു പുല്ലും അറിയത്തില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ ബോംബിടാനാണ് സോഷ്യൽ മീഡിയയിലും സംഘപരിവാറിൻ്റെ, അതായത് പ്രത്യേകിച്ച് BSP ഹാർഡ് കോർ ആയിട്ടുള്ള ബജറാംഗ് അവരുടെ ആവശ്യം. ശ്രദ്ധിക്കുക, BJP അതായത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ നേതാക്കൾ പൂർണ്ണമായിട്ട് നിശബ്ദം, മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? കാരണം അവർക്കറിയാം കയ്യിൽ നിന്ന് ഗെയിം പോവുക. എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കാരെ ഇത്രമാത്രം ആക്രമിച്ചിട്ടല്ലാതെ ഇന്നലെ രാത്രിയിൽ ഏകദേശം 1500-2000 ഇന്ത്യൻ വീടുകളാണ് അവിടെ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിലുള്ള ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്തത്. അവിടെയുള്ള ഇന്ത്യക്കാരധികം വീട് വിട്ട് വീഴ്ച പോയേക്കുക. എങ്ങനെ ജീവിക്കും? ഹിന്ദുക്കളാണ്. എങ്ങനെ ജീവിക്കും? എങ്ങനെ പോകും? കാരണം അവിടെ പോലീസിനെ കൊണ്ട് പരിമിതി ഉണ്ടെല്ലാം കൺട്രോൾ ചെയ്യാൻ. അതേ ഉള്ളൂ ആ രാജ്യത്ത്. അപ്പോൾ പറയുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം ഇന്ത്യയിൽ തിരിച്ചു വരണം, ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു വിടണം. പറയാൻ എന്ത് എളുപ്പമാണ്. അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ മീഡിയ ചാനലുണ്ട്. എല്ലാം വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഇന്ന് കിടക്കുന്നു, രാവിലെ എല്ലാ സംഭവം അന്ന് പറയുന്ന നാളെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ എഫക്ട്സ് ഇമ്പാക്റ്റും എന്തുവാണെന്നുള്ള കാര്യം ഇങ്ങനെ ഒരു സംഭവം 100% നടക്കത്തില്ല. 100 അല്ല, 1000% നടക്കത്തില്ല. നടക്കാത്ത കാര്യങ്ങളെ പറ്റിയാണ് അധികവും പറയുന്നത്. എന്നിട്ട് ആവേശം കയറ്റുക, ബഹളം ഉണ്ടാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ജനാധിപത്യത്തോടു കൂടി എലക്റ്റഡായ ഗവൺമെന്റിനെ അവിടെ റയറ്റ് നടന്ന് അവരെ പുറത്താക്കി. ഇപ്പോൾ അവിടെ കൺട്രോൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കല്ല,